നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന് 8 മണിക്ക് ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ. തൃത്താലയിലെ 219 ബൂത്തുകൾക്കായി 14 ടേബിളുകളും 15 റൗണ്ടും എണ്ണും. പട്ടാമ്പി 225 ബൂത്തുകളിലെ 15 ടേബിളുകൾ 16 റൗണ്ടുകൾ. ഷൊർണൂർ 225 ബൂത്തുകൾ 19 ടേബിളുകൾ 11 റൗണ്ടുകൾ. ഒറ്റപ്പാലം 238 ബൂത്തുകൾ 11 ടേബിളുകൾ 13 റൗണ്ടുകളായി എണ്ണും. SSLC പരീക്ഷാഫലം മെയ് 16-ന്. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം അവസാനിച്ചു. പാലക്കാട് ജില്ലയിൽ വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 6 കേന്ദ്രങ്ങളിൽ പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം. ഇതിൽ വാരണാസി, നടുവട്ടം സ്കൂളുകളിൽ മാത്രം 1,43,025 ഉത്തരപേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തി. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും 2016-ൽ താൻ പരാജയപ്പെടും എന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമാണ് ഉള്ളതെന്നും UR പ്രദീപ് MLA. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും MLA. പ്രവചനങ്ങളിലല്ല തനിക്ക് വിശ്വാസമെന്നും അത് ജനങ്ങളിൽ ആണെന്നും UR പ്രദീപ്. പാചകവാതക വില വർധനവിനെതിരെ ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ റീത്ത് വെച്ച് സ്ട്രക്ചറുമായി ഹോട്ടൽ ഉടമകളുടെ വേറിട്ട സമരം. സമരം സംഘടിപ്പിച്ച ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്ര പ്രചരണവുമായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് വകുപ്പ് 1 മാസക്കാലം 30% റിബേറ്റ് അനുവദിച്ചിട്ടുണ്ടെന്ന് ഖാദി ബോർഡ് അംഗം S. ശിവരാമൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന് 8-ന് ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലാണ്. തൃത്താലയിലെ 219 ബൂത്തുകൾക്കായി 14 ടേബിളുകളായി 15 റൗണ്ടാണ് എണ്ണുക. പട്ടാമ്പി 225 ബൂത്തുകൾക്കായി 15 ടേബിളുകൾ 14 റൗണ്ടുകളായി എണ്ണും. ഷൊർണൂർ 225 ബൂത്തുകൾക്കായി 19 ടേബിളുകളിലായി 11 റൗണ്ട് വോട്ടെണ്ണൽ നടക്കും. ഒറ്റപ്പാലത്തെ 238 ബൂത്തുകൾക്കായി 18 ടേബിളുകളും 13 റൗണ്ടുകളും എണ്ണും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4-ന് രാവിലെ 8-ന് ആരംഭിക്കും. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ്, NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല എന്നിങ്ങനെ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക. അന്നേ ദിവസം രാവിലെ 7:30-ന് സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കും. തുറന്ന് 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും പിന്നീട് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളുമാണ് എണ്ണുക. 10 മണിയോടെ ആദ്യഫല സൂചനകൾ പുറത്തുവരും. പോസ്റ്റ് ബാലറ്റുകൾ പൂർത്തിയായതിനു ശേഷമേ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയുള്ളൂ എന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക. മൈക്രോ ഒബ്സർവർമാരെയും AROമാരെയും നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിലവിൽ ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാടും NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല എന്നീ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ 24 മണിക്കൂർ സുരക്ഷയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് അകത്തേക്കുള്ള മൊബൈൽ ഫോൺ പ്രവേശനം റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥർക്ക് മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കുന്നതിനായി പ്രത്യേക കവാടത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിക്കും. എല്ലാ ടേബിളുകളിലും മുഴുവൻ കാണത്തക്ക രീതിയിലാണ് CCTV ക്യാമറ സ്ഥാപിക്കുക. വോട്ടെണ്ണൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമാകാൻ മീഡിയ സെൻറ്റർ ഉൾപ്പെടെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കും. ഓരോ നിയോജകമണ്ഡലങ്ങളിലെയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 5 വീതം പോളിംഗ് സ്റ്റേഷനുകളിലെ VPPAT സ്ലിപ്പുകളാണ് എണ്ണുന്നത്. നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് ഈ ബൂത്തുകൾ തിരഞ്ഞെടുക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം അവസാനിച്ചു. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ജില്ലയിൽ 6 കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു മൂല്യനിർണ്ണയം നടന്നത്. ഇതിൽ വാരണാസി, നടുവട്ടം ക്യാമ്പുകളിൽ മാത്രം 1,43,025 ഉത്തരപേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തിയത്. ഇനി മെയ് 16-ന് SSLC ഫലം പുറത്തുവരും. സംസ്ഥാനത്തൊട്ടാകെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തി വന്നിരുന്ന SSLC പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് സമാപിച്ചത്. ഏപ്രിൽ 16-ന് തുടങ്ങിവെച്ച മൂല്യനിർണ്ണയം മെയ് 2-ന് അവസാനിക്കുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ വിവിധ വിഷയങ്ങളിലെ പേപ്പറുകളുടെ മൂല്യനിർണ്ണയത്തിനായി 6 കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചത്.
വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, മലയാളം സെക്കൻഡ് പേപ്പർ, ഹിന്ദി, ബയോളജി, മാത്സ് എന്നീ വിഷയങ്ങളുടെ 85,894 പേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് നടത്തിയത്. 21 ചീഫ്മാരുടെയും 220 അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് മൂല്യനിർണ്ണയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. വളരെ നല്ല രീതിയിൽ മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനായെന്ന് ക്യാമ്പ് ഓഫീസർ എം ഗീത പറഞ്ഞു. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 വിഷയങ്ങളിലായിട്ടാണ് ഇത്തവണത്തെ SSLC മൂല്യനിർണ്ണയം പൂർത്തിയായത്. ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, ബയോളജി, കണക്ക്, മലയാള സെക്കൻഡ് എന്നീ വിഷയങ്ങളായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം കൂടെ ഏകദേശം 85,894 പേപ്പറാണ് മൂല്യനിർണ്ണയം നടത്തിയത്. 220 അധ്യാപകരും അവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് 21 ചീഫുമാരും അടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഇവിടെ വാല്യുവേഷനായിട്ട് നിയോഗിക്കപ്പെട്ടത്. ഇന്നത്തോടുകൂടി അത് പൂർത്തിയായിരിക്കുകയാണ്. മെയ് 16-ാം തീയതി ഫലപ്രഖ്യാപനത്തിന് വേണ്ടി ക്യാമ്പുകളിൽ നിന്ന് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും വളരെ സുഗമമായി തന്നെ അവസാനിച്ചു. നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം ഫസ്റ്റ് പേപ്പർ, കെമിസ്ട്രി, ഫിസിക്സ്, സോഷ്യൽ സയൻസ് എന്നീ 4 ഉത്തര പേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് നടത്തിയത്. ആകെ 57,131 പേപ്പറുകൾ ഈ ക്യാമ്പിൽ മൂല്യനിർണ്ണയം നടത്തി. മൂല്യനിർണ്ണയത്തിന് ക്യാമ്പ് ഓഫീസർ രാധിക ടീച്ചർ നേതൃത്വം നൽകി. ഇത്തരത്തിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മെയ് 16-ന് SSLC ഫലം പുറത്തുവരും. ഏതൊക്കെ വിദ്യാലയങ്ങൾ കൂടുതൽ വിജയശതമാനം കൊയ്യുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും 2016-ൽ താൻ പരാജയപ്പെടും എന്ന് പ്രയോഗിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമുണ്ടെന്നും UR പ്രദീപ് MLA. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവചനങ്ങളിലല്ല തനിക്ക് വിശ്വാസമെന്നും അത് ജനങ്ങളിലാണെന്നും STVക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രദീപ് വ്യക്തമാക്കി. എക്സിറ്റ് പോളുകൾക്ക് വിശ്വാസ്യതയില്ലെന്നും ഇടതുപക്ഷ സർക്കാർ ഇത്തരം പ്രവചനങ്ങളെ ഗൗരവമായി കാണുന്നില്ലെന്നും UR പ്രദീപ് പ്രതികരിച്ചു. 2016-ൽ താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെല്ലാം ജനം തള്ളിയ ചരിത്രമുണ്ട്. 2021-ൽ ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെയും ജനവിധി അതിജീവിച്ചു. ഇത്തവണയും എക്സിറ്റ് പോളുകൾ തെറ്റുമെന്നും കേരളത്തിലും 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം ഇടതുപക്ഷം കാഴ്ചവെക്കുമെന്നും ചെറുതുരുത്തിയിൽ വെച്ച് STVയോട് വ്യക്തമാക്കി. ഇടതുപക്ഷം എക്സിറ്റ് പോളിനെ ഒരു ഗൗരവമായി എടുത്തിട്ടില്ല. കാരണം 2016-ൽ എക്സിറ്റ് പോൾ പറഞ്ഞതാണ് ചേലക്കരയിൽ UR പ്രദീപ് തോറ്റുകൊണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിലും 12 ജയിക്കും, ചേലക്കര പോകും എന്ന് അന്ന് എക്സിറ്റ് പോൾ പറഞ്ഞതാണ്. അന്നത് വളരെ ഭയത്തോടു കൂടി നോക്കിക്കണ്ടപ്പോൾ ജനം വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് തുടർ ഭരണം അല്ലെങ്കിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന് സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ശേഷം 2021-ൽ നാം കണ്ടതാണ്. 2021-ലെ എക്സിറ്റ് പോൾ പറഞ്ഞതാണ് കേരളത്തിൽ വീണ്ടും UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് അന്ന് പറഞ്ഞതാണ്. എന്നാൽ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥ ഒരു തീരുമാനമെടുത്തത്. ഇക്കുറിയും അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എക്സിറ്റ് പോൾ എല്ലാം അത് എങ്ങനെയാണ് അവർ കണക്കാക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. പക്ഷെ ഇവിടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം നല്ല ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തവണ വീണ്ടും 3ാം വട്ടം ഇടതുപക്ഷ സർക്കാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. 5-ാം തീയതി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പന്തലിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പ്രവചനങ്ങളിലല്ല ജനങ്ങളിലാണ് തനിക്ക് വിശ്വാസമെന്നും പ്രദീപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാചകവാത വില വർധനവിനെതിരെ ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ റീത്ത് വെച്ച് സ്ട്രക്ചറുമായി സമരം ചെയ്ത് ഹോട്ടൽ ഉടമകൾ. പാലക്കാടായിരുന്നു സമരം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വേറിട്ട സമരം നടത്തിയത്. കേന്ദ്ര സർക്കാർ പാചകവാതക വില പെട്ടെന്ന് ഗണ്യമായി വർദ്ധിപ്പിച്ചത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് ആരോപിച്ചാണ് പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പാലക്കാട് 5 വിളക്കിന് മുന്നിൽ നിന്നും ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ റീത്ത് വെച്ച് സ്ട്രക്ചറുമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഹോട്ടൽ
നിരവധി സംഘടനാ ഭാരവാഹികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി പരിപാടി സംഘടനാ സംസ്ഥാന സെക്രട്ടറി NMR റസാക്ക് ഉദ്ഘാടനം ചെയ്തു. പാചകവാതക ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ഹോട്ടൽ വ്യാപാരം ഒന്ന് കരകയറി വരുമ്പോഴാണ് ഇത്തരത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയോട് കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചടിയെന്ന് അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷനാജ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM ഷാജി, അബ്ദുൾ ഹക്കീം, മുഹമ്മദ് കലീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്ര പ്രചരണവുമായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് വകുപ്പ് ഒരു മാസക്കാലം 30% റിബേറ്റ് അനുവദിച്ചിട്ടുണ്ടെന്നും ഖാദി ബോർഡ് അംഗം S. ശിവരാമൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്രങ്ങൾക്ക് കഴിയുന്നതുകൊണ്ടാണ് ഖാദി വസ്ത്ര പ്രചരണം നടത്തുന്നത്. ദുരന്ത നിവാരണ സേനയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതിയ അഭിരുചികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഫാഷൻ ടെക്നോളജികളുടെ സഹായത്തോടെ എല്ലാ പ്രായക്കാർക്കും എല്ലാ വിഭാഗക്കാർക്കും യോജിക്കുന്ന വസ്ത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഖാദിയുടെ വിൽപ്പനശാലകളുടെയും ഓൺലൈനിലൂടെയും വസ്ത്രങ്ങൾ ലഭ്യമാണ്. ഖാദി വസ്ത്രങ്ങളിലെ സുഷിരവും രാസപദാർത്ഥങ്ങൾ അമിതമായി കലരാത്തതും ചർമ്മരോഗങ്ങൾ ഇല്ലാതാക്കുകയും ചൂടിനെ പ്രതിരോധിക്കുകയും ചെയ്യുമെന്ന് S. ശിവരാമൻ പറഞ്ഞു. ചൂടിനെ പ്രതിരോധിക്കാൻ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത്തരമൊരു കാലാവസ്ഥയിൽ ഖാദി ബോർഡിൻ്റെ വസ്ത്രങ്ങൾ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പറ്റിയ വസ്ത്രമാണ് എന്ന് നമ്മുടെ നാടിനെ അറിയിക്കുക എന്നതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം. ഖാദിയുടെ വസ്ത്രങ്ങളാണ് ശുദ്ധമായ പരുത്തി വസ്ത്രങ്ങൾ. പൂർണ്ണമായും കൈകൊണ്ട് നെയ്തെടുത്തവയാണ് ഖാദി വസ്ത്രങ്ങൾ. നൂലുകൾക്കിടയിലൂടെ സൂക്ഷ്മമായ സുഷിരങ്ങൾ വായുസഞ്ചാരം സുഗമമാക്കുന്നു. ഇത് ശരീരത്തിലെ ചൂട് പുറത്തു പോകാനും തണുപ്പ് നിലനിർത്താനും സഹായിക്കുന്നു. സിന്തറ്റിക് തുണിത്തരങ്ങളെ അപേക്ഷിച്ച് ഖാദി വിയർപ്പിന് വേഗത്തിൽ ആഗീകരണം ചെയ്യുന്നു. പ്രോജക്ട് ഓഫീസർ ബിജുമോൻ K, വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ P. സത്യനിർമ്മല, R. സോണിയ, ശിവദാസൻ K, ജയലക്ഷ്മി K എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ പഞ്ചപ്രകാരങ്ങളോടുകൂടിയ ആദ്യ ഗായത്രി ക്ഷേത്ര സമുച്ചയ ഭാരതപ്പുഴയോരത്ത് ഒരുങ്ങുന്നു. ഷൊർണൂർ ത്രാങ്ങാലിയിൽ ഭഗവതിക്കുന്നിൽ ഗായത്രി ഗുരുകുലം സ്ഥാപിക്കുന്ന ഗായത്രി ശക്തി പീഠത്തിൻ്റെ നിർമ്മാണത്തിനാണ് ഷഡാധാര പ്രതീക്ഷകളോടുകൂടി തുടക്കമായത്. പ്രതിഷ്ഠാ ദിനത്തിൽ കാലത്ത് ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവ നടന്നു. ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഏകാദശ രുദ്രജപവും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി ഏലമ്പാടി നാരായണൻ നമ്പൂതിരി പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ചടങ്ങിൽ ജൂണ അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലോകത്ത് ആദ്യമായാണ് ഷഡാധാര പ്രതിഷ്ഠയോടുകൂടിയ ഗായത്രി ക്ഷേത്രം നിർമ്മിക്കുന്നത്. പ്രണവത്തെ മൂലമായി കണ്ടുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ വിസ്താരമാണ് ഗായത്രി. അതിൽ നിന്നാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മൂലമായ വേദം ആവിർഭവിച്ചത്. നമ്മെ രക്ഷിക്കുന്ന മഹാമന്ത്രമാണ് ഗായത്രി. അതിനു പുറമെ എല്ലാത്തിനുമുള്ള പ്രായശ്ചിത്തവുമാണ് ഗായത്രി. ഗായത്രി മാതാവ് പ്രത്യക്ഷ തീർത്ഥമായി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ് ഗായത്രി ക്ഷേത്രം ഉയർന്നു വരുന്നത് എന്നത് പ്രകൃതിയുടെ നിയോഗം തന്നെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിൻ്റെ പൂർണ്ണഭാവത്തിലുള്ള പഞ്ചമുഖ ഗായത്രിയുടെ ആദ്യത്തെ ഷഡാധാര പ്രതിഷ്ഠ ഈ മഹാസംസ്കൃതിയുടെ മണ്ണിൽ ഇവിടെ നടന്നിരിക്കുകയാണ്. പ്രണവത്തെ മൂലമായി കണ്ടുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ വിസ്താരമാണ് ഗായത്രി എന്ന മഹാമന്ത്രം. അതിൽ നിന്നാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ പ്രമാണമായിട്ടുള്ള ശ്രുതി വേദം വിസ്തരിക്കുന്നത്. ചൊല്ലുന്നത് കൊണ്ട് തന്നെ നമ്മെ രക്ഷിക്കുന്ന മഹാമന്ത്രമാണ് ഗായത്രി. നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ഏകുന്നതോടൊപ്പം തന്നെ ഗായത്രി എന്ന മഹാമന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ എല്ലാ പാപങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തം കൂടിയായി ഗായത്രിയുടെ ഉപാസന മാറുന്നു എന്നുള്ളതാണ്. രണ്ട് തലത്തിലും എല്ലാ പ്രായശ്ചിത്തവും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആശ്രയിക്കുന്നത് ഗായത്രി എന്ന മഹാമന്ത്രത്തെയാണ്. ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകർ, വേദമൂർത്തി ശശാങ്ക D, ഹേരംഭട്ട് എന്നിവരുടെ അഥർവവേദ പാരായണവും നടന്നു. തൃശൂർ തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ, നിർമ്മൽ ജ്യോതി പബ്ലിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഗോപാൽജി, ഡോക്ടർ ധർമ്മപാലൻ, BNI ഡൽഹി ചാപ്റ്റർ ചീഫ് കോർഡിനേറ്റർ സുനിൽ G, സ്വാമി വിദ്യാനന്ദഗിരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
അത്യുഷ്ണ തരംഗം, മഴക്കാലപൂർവ്വ ശുചീകരണം, സ്വച്ഛ് സർവേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭയിൽ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അത്യുഷ്ണവുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ, കുടിവെള്ള പ്രശ്നം എന്നിവ പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തു. നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല STVയോട് പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മലയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. അത്യുഷ്ണ തരംഗം, മഴക്കാലപൂർവ്വ ശുചീകരണം, സ്വച്ഛ് സർവേഷൻ എന്നീ 3 അജണ്ടകൾ മുൻനിർത്തിയാണ് ജനപ്രതിനിധികളുടെയും ആവശ്യമായ വകുപ്പ് മേധാവികളുടെയും സ്കൂൾ HMമാരുടെയും യോഗം ചേർന്നത്. അത്യുഷ്ണവുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ, കുടിവെള്ള പ്രശ്നം, മഴക്കാലപൂർവ്വ ശുചീകരണം എന്നിവയാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത്. ചൂടേറ്റ് ക്ഷീണിച്ചവർ ഷൊർണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തുന്നുണ്ടെന്നും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീഹരി പറഞ്ഞു. മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് മുൻകരുതലുകൾ എടുക്കണം. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. മഴക്കാലത്തെ എലിപ്പനി വരാൻ സാധ്യതയുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ശ്രീഹരി ആവശ്യപ്പെട്ടു. പാമ്പ് വരാതിരിക്കാൻ വീടും പരിസരവും വൃത്തിയാക്കുക. കടിയേറ്റാൽ തന്നെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. എലിപ്പനി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ഡോക്ടർ ഹൃത്തിക്കും ആവശ്യപ്പെട്ടു. പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നുണ്ടെന്നും ഇക്കാര്യം വാട്ടർ അതോറിറ്റി അധികൃതർ ശ്രദ്ധിക്കണമെന്നും കൗൺസിലർമാരായ മുഹമ്മദ് ആഷിഖും ബഷീറും ആവശ്യപ്പെട്ടു. മുൻപേ ഇല്ലാത്ത വിധം കുടിവെള്ളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വാട്ടർ അതോറിറ്റി AE യോഗത്തെ അറിയിച്ചു. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. തടയണയുടെ ഷൊർണൂർ ഭാഗത്തേക്ക് ചാൽ കീറി കൂടുതൽ വെള്ളം എത്തിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് AE അറിയിച്ചു. സ്കൂളിനോട് ചേർന്നും വീടുകളിലും മറ്റും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും കൗൺസിലർ EP നന്ദകുമാറും ആവശ്യപ്പെട്ടു. തെരുവുനായ ശല്യം പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് KVR സ്കൂൾ HMും ആവശ്യപ്പെട്ടു. മഴക്കാലത്തിന് മുൻപ് നഗരത്തിലെ ഓടകൾ വൃത്തിയാക്കണം. വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും കൊതുക് ശല്യം തടയാൻ ക്ലോറിംഗ് വിതരണം ചെയ്യണമെന്നും ജനമൈത്രി ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ടീം എത്തുന്നുണ്ടെന്നും ആവശ്യമായ സഹകരണം ഉണ്ടാകണമെന്നും HI ആവശ്യപ്പെട്ടു. വാർഡുകൾ കേന്ദ്രീകരിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് CDS ചെയർപേഴ്സൺ ജിഷയും യോഗത്തെ അറിയിച്ചു. തടയണയിലെ ഷട്ടർ ഉയർത്തി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടുണ്ടെന്നും നൈറ്റ് പെട്രോളിംഗ് നടത്താൻ പോലീസിനോട് ആവശ്യപ്പെടുന്നതിന് യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ഉയർന്നു വന്നതുമായി ബന്ധപ്പെട്ട നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ ഉടൻ ചെയ്യുമെന്നും ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ പി നിർമ്മല STVയോട് പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള ഉഷ്ണതരംഗത്തെ നേരിടുന്നതിന് നമുക്കെന്തെല്ലാം നഗരസഭയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നഗരസഭയുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുമെന്നറിയുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ആയതിനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്നതിന് വിവിധ PWD, അതുപോലെ വാട്ടർ അതോറിറ്റി, KSEB, അതുപോലെ തന്നെ ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ആശ, അംഗൻവാടി, കുടുംബശ്രീ പ്രവർത്തകർ ഇവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. മഴക്കാലത്തിന് മുന്നോടിയായി എല്ലാവിധ നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതിരിക്കുന്നതിനും വേണ്ട നടപടി കൈക്കൊള്ളുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ഉഷ്ണതരംഗത്തിൻ്റെ ഭാഗമായി പൊള്ളലേൽക്കുന്നവർക്കും അതുപോലെ തന്നെ പാമ്പുകടിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് അവരുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങൾ എന്തെല്ലാം ലഭിക്കും, എന്തെല്ലാം സഹായങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ യോഗം ചേർന്നിട്ടുള്ളത്. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേറിട്ട പദ്ധതിയുമായി പനയൂർ TM UP സ്കൂൾ. സ്കൂളിൻ്റെ വായനാ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പുസ്തക വണ്ടി പര്യടനവും ആരംഭിച്ചു. സ്കൂളിൽ നിന്ന് പ്രധാനാധ്യാപിക K. ലീന ഫ്ലാഗ് ഓഫ് ചെയ്തു. വാണിയംകുളം പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ NM അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. ശോഭ, P. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രദേശങ്ങളിലെ 22 കേന്ദ്രങ്ങളിലെത്തിയാണ് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. ഏത് പുസ്തകങ്ങൾ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുത്ത് വായിക്കാം. ആ പ്രദേശത്ത് വിതരണം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പരസ്പരം കൈമാറാനുള്ള സൗകര്യവുമുണ്ട്. സ്കൂൾ ലൈബ്രറിയിലെ
2000-ലധികം പുസ്തകങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ കേടുവരാതെ വായിച്ച് സ്കൂളിലേക്ക് എത്തിക്കുകയും വേണം. 23-ന് പുസ്തകങ്ങൾ അതത് പ്രദേശങ്ങളിൽ എത്തി വിദ്യാർത്ഥികളിൽ നിന്ന് തിരിച്ചു വാങ്ങുകയും ചെയ്യും. കഥകളും കവിതകളും കണക്കിലെ കുസൃതികളും സാഹിത്യവും ചരിത്രവും അടങ്ങുന്ന പുസ്തകങ്ങൾ കുട്ടികളിലെ അവധി ദിവസങ്ങളിലും വായനാശീലം വളർത്തുക എന്നതാണ് അധ്യാപകർ ലക്ഷ്യമിടുന്നത്. പ്രധാന അധ്യാപിക കെ ലീന, ബേബി ഗിരിജ, കെ രജനി തുടങ്ങിയ അധ്യാപകരാണ് പുസ്തക വണ്ടിക്ക് നേതൃത്വം നൽകുന്നത്. വേറിട്ട പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവുമായി സ്കൂൾ PTA-യും മാനേജ്മെന്റും ഒപ്പമുണ്ട്. നമ്മുടെ പനയൂർ സ്കൂളിൻ്റെ റീഡിംഗ് ഏരിയയിൽ 22 കേന്ദ്രങ്ങളിലേക്കാണ് ഈ പുസ്തക വണ്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുക്കാം, വായിക്കാം. അത് ഈ മെയ് അവസാനത്തോടു കൂടി ഞങ്ങൾ ഇതേപോലെ ഇത് കളക്ട് ചെയ്യാൻ വരും. അന്ന് ഇത് നിങ്ങൾ തിരിച്ചു തരണം. അതിനുള്ളിൽ നിങ്ങൾക്ക് പരസ്പരം പുസ്തകങ്ങൾ മാറ്റി വായിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വായനയുടെ ലോകത്തേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുസ്തക വണ്ടി നമ്മൾ ഈ വെക്കേഷനിൽ ഈ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ ശാരീരിക അവശതകൾ നേരിടുന്ന ചുടുവാലത്തൂർ 14-ാം വാർഡിൽ കൊടക്കാട്ടുപറമ്പിൽ ചാമി എന്ന വ്യക്തിക്ക് ഷൊർണൂർ ജീവിത ട്രസ്റ്റിൻ്റെ കൈത്താങ്ങ്. ട്രസ്റ്റിൻ്റെ പേരിൽ കളിമൺ ശില്പങ്ങളും പാത്രങ്ങളും കച്ചവടം ചെയ്യുന്നതിനായി പെട്ടിക്കട കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ KV സംയുക്ത സ്വാഗതവും സെക്രട്ടറി KK അനുപ്രഭാഷ് നന്ദിയും പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകൻ ആൻഡ്രൂസ് ആശംസ നേർന്നു. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ 6ാമത് വാർഷികാഘോഷവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേശന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് റിൻസി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെക്രട്ടറി അജേഷ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിനിമാ താരം കുമരേഷ് വടവന്നൂർ, ചാമേച്ചൻ എന്നിവർ മുഖ്യാതിഥികളായി. പ്രധാന പുരസ്കാരങ്ങളായ അപ്പുണ്ണിയേട്ടൻ സ്മാരക കലാ പുരസ്കാരം ചേരാമംഗലം ചാമുണ്ണിക്ക് നൽകി. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ മിണ്ടും എന്ന പുതിയ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം നടന്നു. മാത്തൂർ ഹരിദാസ് മാസ്റ്റർ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നേടിയ ASBS പേരൂർ, AUPS ചപ്രംകുളം, GLPS കരടിയമ്പാറ എന്നീ സ്കൂളുകൾക്കും വേലായുധേട്ടൻ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഹാരിസ് കോലത്തൊടി, KK സുന്ദരൻ കിഴക്കേതിൽ എന്നിവർക്കും നൽകി. വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപക പരിശീലകരായ ഐശ്വര്യ ടീച്ചർ ഡാൻസ്, ധന്യ ടീച്ചർ ചിത്രരചന, അർച്ചന ടീച്ചർ ട്യൂഷൻ, പ്രീജ ടീച്ചർ ചെസ്, നിവ്യ ടീച്ചർ അബാക്കസ്, പ്രകാശ് മാടമ്പത്ത് സംഗീതം, അർച്ചന ലൈബ്രറിയൻ കുത്തന്നൂർ, വി ചിത്ര ലൈബ്രറിയൻ കോട്ടായി, അജിത ലൈബ്രറിയൻ പെരിങ്ങോട്ടുകുറിശി, നാരായണൻകുട്ടി വായനശാല സെക്രട്ടറി കുത്തന്നൂർ, റീന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ശ്രീരാജ് കല്ലോട്, PV ജിഷ്ണു എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങളിലും വിതരണം ചെയ്തു. കലാപരിപാടികൾ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ നാടകം, ചൂരൽ, പാലക്കാട് തമ്പുരു ക്രിയേഷൻസ് നയിച്ച സംഗീത സന്ധ്യ എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വിവിധ മത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. പഞ്ചായത്ത് അംഗം കേശവൻ, ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അശോക് കുമാർ മാസ്റ്റർ, പ്രസാദ് കുമാർ തണ്ണീരങ്കോട് എന്നിവർ സംസാരിച്ചു. വായനശാല ജോയിന്റ് സെക്രട്ടറി A അജിത സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ സുജി വിജയ് നന്ദിയും പറഞ്ഞു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റീനിഷ, അനിൽ, നീലിമ, ആതിര, സുജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന് 8 മണിക്ക് ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ. തൃത്താലയിലെ 219 ബൂത്തുകൾക്കായി 14 ടേബിളുകളും 15 റൗണ്ടും എണ്ണും. പട്ടാമ്പി 225 ബൂത്തുകളിലെ 15 ടേബിളുകൾ 16 റൗണ്ടുകൾ. ഷൊർണൂർ 225 ബൂത്തുകൾ 19 ടേബിളുകൾ 11 റൗണ്ടുകൾ. ഒറ്റപ്പാലം 238 ബൂത്തുകൾ 11 ടേബിളുകൾ 13 റൗണ്ടുകളായി എണ്ണും. SSLC പരീക്ഷാഫലം മെയ് 16-ന്. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം അവസാനിച്ചു. പാലക്കാട് ജില്ലയിൽ വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെൻറ്
ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 6 കേന്ദ്രങ്ങളിൽ പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം. ഇതിൽ വാരണാസി, നടുവട്ടം സ്കൂളുകളിൽ മാത്രം 1,43,025 ഉത്തരപേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തി. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും 2016 താൻ പരാജയപ്പെടും എന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമാണ് ഉള്ളതെന്നും UR പ്രദീപ് MLA. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും MLA. പ്രവചനങ്ങളിലല്ല തനിക്ക് വിശ്വാസമെന്നും അത് ജനങ്ങളിൽ ആണെന്നും UR പ്രദീപ്. പാചകവാതക വില വർധനവിനെതിരെ ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ റീത്ത് വച്ച് സ്ട്രക്ചറുമായി ഹോട്ടൽ ഉടമകളുടെ വേറിട്ട സമരം. സമരം സംഘടിപ്പിച്ചത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്ര പ്രചരണവുമായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് വകുപ്പ് 1 മാസക്കാലം 30% റിബേറ്റ് അനുവദിച്ചിട്ടുണ്ടെന്ന് ഖാദി ബോർഡ് അംഗം S. ശിവരാമൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.